പ്രിയമുള്ളവരെ നമസ്കാരം. ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനന്റെ ചിന്താസരണികളിലെ ഒരു ഏടുമായി വായനാ വഴിയിൽ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഗീതപ്രഭയാണ്. അനുകമ്പ എന്നത് കേവലം സഹതാപം മാത്രമല്ല, മറ്റൊരാളുടെ വേദന സ്വന്തം വേദനയായി തിരിച്ചറിയുന്ന മാനസികാവസ്ഥയാണ്. അത് അന്യന്റെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കാൻ കർമ്മനിരതരാകാൻ പ്രേരിപ്പിക്കുന്ന ബോധപൂർവമായ ഒരു പ്രവർത്തനമാണ്. മാനവികതയുടെ ഏറ്റവും വലിയ അളവുകോലായി അനുകമ്പയെ കണക്കാക്കാം. സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കിടയിൽ മനുഷ്യർ തമ്മിലുള്ള ഹൃദയബന്ധങ്ങൾ കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ അനുകമ്പയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. അശരണർക്കും രോഗികൾക്കും നൽകുന്ന ചെറിയ കരുതൽ പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. അപരനോട് അനുകമ്പ കാണിക്കുന്നത് സ്വന്തം മനസ്സിൽ സമാധാനവും സംതൃപ്തിയും നിറയ്ക്കുന്നതിനൊപ്പം ബന്ധങ്ങളെ മെച്ചപ്പെടുത്താനും സമ്മർദ്ദങ്ങളെ കുറയ്ക്കാനും സഹായിക്കുന്നു. അനുകമ്പ എന്നത് പരിശീലിച്ചെടുക്കാവുന്ന ഒന്നാണ്. മറ്റുള്ളവരെ ശ്രദ്ധാപൂർവം കേൾക്കുന്നതും താൻ ആ വ്യക്തിയുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു എന്ന് ചിന്തിക്കുന്നതും അനുകമ്പ വളർത്താൻ സഹായിക്കും. വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല. ഒരു പുഞ്ചിരിയോ ഒരു നല്ല വാക്കോ ചെറിയ സഹായമോ മതിയാകും അവരന്റെ കണ്ണീരൊപ്പാൻ. ഈ ഗുണം മനുഷ്യരോട് മാത്രമല്ല, സകല ജീവജാലങ്ങളോടും പ്രകൃതിയോടും കാണിക്കേണ്ടതാണ്. പകയും വെറുപ്പും നിറഞ്ഞ ഈ ലോകത്ത് മനുഷ്യനെ മനുഷ്യനായി നിലനിർത്തുന്നത് അനുകമ്പയാണ്. അപരനെ സഹായിക്കാൻ കൈനീട്ടുമ്പോൾ നാം യഥാർത്ഥത്തിൽ ഉന്നതങ്ങളിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. അതെ, മറ്റുള്ളവരോട് കാണിക്കുന്ന അനുകമ്പയിലൂടെ നമ്മൾ ഏറ്റവും നല്ലൊരു മനുഷ്യനായിത്തീരുന്നു. നമ്മളിലെ അനുകമ്പ സന്തോഷം നൽകുവാനും ലഭിക്കുവാനും കഴിയുമെന്ന സന്ദേശമാണ് പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനൻ നമുക്ക് നൽകുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു പ്രഭാത ചിന്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.